ന്യൂ ഇയറായിട്ട് ന്യൂസിലാൻഡിലെ ന്യൂ പ്ലിമൗത്തിൽ വന്നിറങ്ങിയിട്ട് ഞാൻ ആദ്യം ഇറങ്ങിയത് മീൻ പിടിക്കാനാണ് കേട്ടോ. അങ്ങനെ 6 മാസത്തിനിടയ്ക്ക് ന്യൂ പ്ലിമൗത്തിലേക്കുള്ള 2ാമത്തെ ട്രിപ്പാണ്. നമ്മളുടെ സ്വന്തം ദിവ്യയുടെയും അപ്പച്ചേട്ടൻ്റെയും കൂടെ ന്യൂ ഇയർ ആഘോഷിക്കാൻ വന്നതാണ് കേട്ടോ. അപ്പം കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ വന്നപ്പം ഫ്ലോപ്പായൊരു സംഭവമാണ് ഈ മീൻ പിടുത്തം. അപ്പോൾ അതിൻ്റെ കേട് തീർക്കാൻ വേണ്ടി എല്ലാവർക്കും ഓരോ ചൂണ്ടയൊക്കെ റെഡിയാക്കി എല്ലാവരും കൂടെ ഇറങ്ങിയിരിക്കുക മീൻ പിടിക്കാനായിട്ട് കേട്ടോ. ഭയങ്കര വലിയ മീനൊക്കെ ഇവിടെ കിട്ടി ചരിത്രങ്ങളുണ്ട് അപ്പച്ചേട്ടന്. അപ്പം വീണ്ടും ഭാഗ്യം പരീക്ഷിക്കാൻ വേണ്ടി ഞാൻ ഇറങ്ങിയിരിക്കുക. കാരണം ഞാൻ വന്നപ്പോഴാണ് ലാസ്റ്റ് ടൈം മീൻ കിട്ടാതിരുന്നത്. ഈ പ്രാവശ്യം എന്തായാലും ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഞാനും ഇവിടുത്തെ ഫേമസ് മീൻ പിടുത്തക്കാരൻ ഇച്ചുവും എല്ലാവരും ഉണ്ട്. അങ്ങനെ എല്ലാവരും വെയിറ്റൊക്കെ റെഡിയാക്കി മീൻ പിടിക്കാൻ വേണ്ടി വന്നിരിക്കുക. ചിരിച്ചൊക്കെ ഇരുന്നോ അപ്പോൾ ചേട്ടാ, ഇത് അടുത്ത റീലാണെന്ന് ദിവ്യ ബാക്ക്ഗ്രൗണ്ടിൽ പറയുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് ചേട്ടൻ ചിരിക്കാൻ മറന്നില്ല, ഒരു തംസപ്പൊക്കെ കാണിച്ച് റെഡി ആയിട്ടിരിക്കുക. എനിവേ ചിക്കനാണ് ബെയ്റ്റായിട്ട് ഇടുന്നത്. പിന്നെ നമ്മൾ ദുബായിലൊക്കെ വെച്ച് മീൻ പിടിക്കാൻ പോയിട്ടുണ്ടെങ്കിലും ഇപ്പം ഈ ചേട്ടൻ കൊളുത്തിങ്ങനെ ഇടുന്നതിൻ്റെ അവിടെ ഒരു ടീ പോലത്തെ സാധനം കണ്ടോ, അത് ഞാൻ ആദ്യമായിട്ട് കാണുകയാണ് കേട്ടോ. അത് വളരെ യൂസ്ഫുള്ളാണെന്ന് തോന്നി. അതായത് കൊളുത്തങ്ങനെ സെപ്പറേറ്റ് ചെയ്തിങ്ങനെ നിർത്താനായിട്ട് ഒരു ടീ പോലത്തെ ഒരു സാധനം. അതെനിക്ക് അടുത്ത പ്രാവശ്യം ചൂണ്ട സെറ്റ് ചെയ്യുമ്പം എനിക്കും അത് വാങ്ങണം തോന്നി. കാരണം അത് നല്ലൊരു ഐറ്റം ആണല്ലോ എന്ന് ഞാൻ ഇങ്ങനെ വിചാരിച്ചു. അത് ഞാൻ എടുത്ത് കാണിക്കുകയാണ് കേട്ടോ. ഫിഷിങ്ങിന് പോകുന്നവരുണ്ടെങ്കിൽ ഇത് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. ഞങ്ങൾ മീൻ പിടിക്കാൻ വന്നിട്ടുള്ളത് വൈറ്റാര റിവർ എന്ന് പറയുന്ന ഒരു റിവറിലാണ് കേട്ടോ. ഇത് കടലിൽ നിന്ന് വെള്ളം കയറുന്ന ടൈം ഞങ്ങളൊരു ആപ്പ് നോക്കി ടൈഡൊക്കെ കയറി നിൽക്കുന്ന സമയത്താണ് വന്നത്. കയറി വരുന്നേ ഉള്ളൂ. ആ ഒരു സമയത്ത് വന്നിങ്ങനെ മീൻ പിടിക്കുക. ഞങ്ങൾ വരുമ്പം ഇവിടെ വേറെ കുറേ ആൾക്കാരൊക്കെ ഉണ്ട്. പിന്നെ ഞങ്ങളിങ്ങനെ ഒരു ഗ്രൂപ്പായിട്ട് വന്നിട്ടുള്ളതുകൊണ്ട് കുറച്ച് ആൾക്കാരൊക്കെ ഇവിടെ നിന്ന് മാറിപ്പോയി. ഇതിൻ്റെ വേറെ തന്നെ ഒരു പാർട്ട് ഉണ്ട്, അങ്ങോട്ട് അവർ പോയത്. പക്ഷെ അവിടെ ഭയങ്കര കല്ലാണ് കേട്ടോ. കല്ലിൽ കുടുങ്ങുന്നതുകൊണ്ട് നമ്മളിവിടെ തന്നെ നിന്നു. പിന്നെ സമയം കളഞ്ഞില്ല കേട്ടോ. ഞങ്ങൾ വെയിറ്റൊക്കെ റെഡിയാക്കി ഭാഗ്യപരീക്ഷണം തുടങ്ങി. എല്ലാവരും ചൂണ്ടയൊക്കെ എറിഞ്ഞ് റെഡിയായി നിൽക്കുകയാണ്. മീൻ ആർക്കാണ് ആദ്യം കിട്ടുന്നതെന്ന് നോക്കി. തണുപ്പ് കാറ്റൊക്കെ അടിക്കുന്നുണ്ട്, പക്ഷെ എല്ലാവരും മീൻ കിട്ടുന്നതിൻ്റെ ആ ഒരു കോൺസെൻട്രേഷനിൽ നിൽക്കുകയാണ്. എപ്പം ചൂണ്ട എറിഞ്ഞാലും ആദ്യം മീൻ കിട്ടാറ് ഇച്ചുവിനാണ് കേട്ടോ. ആദ്യത്തെ അവൻ്റെ ക്യാച്ച് 2 കുഞ്ഞു മീനാണ്. അതെന്ത് മീനാന്ന് അറിയില്ല, അതെടുക്കാറില്ല എന്ന് പറഞ്ഞു. പക്ഷെ എന്നാലും അവന് തന്നെ മീൻ കിട്ടി. എന്നിട്ട് വീണ്ടും അവൻ അതെല്ലാം ഇളക്കി കളഞ്ഞു കേട്ടോ, ആ കുഞ്ഞു മീനുകളെ. പക്ഷെ അത് കഴിഞ്ഞ് അവന് വലിയൊരു അയില കിട്ടി. അങ്ങനെ ഞങ്ങളുടെ ഫസ്റ്റ് ക്യാച്ച് അവൻ തന്നെ പിടിച്ച അയിലയാണ്. 2ാമത്തെ ഭാഗ്യശാലി നമ്മുടെ ദിവ്യയാണ്. ദിവ്യയ്ക്കാണ് 2ാമത്തെ അയില കിട്ടിയത്. അങ്ങനെ ദിവ്യ അയിലനെ പിടിച്ചു. ഇച്ചുവിന് അയിലനെ കിട്ടി. ഇനി ബാക്കി ഞാനും അപ്പുച്ചേട്ടനും മാത്രമുണ്ട്. ഞങ്ങൾക്ക് 2 പേർക്ക് ഒരു മീനും കിട്ടിയിട്ടില്ല ഇതുവരെ. വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഞാൻ പ്രാർത്ഥനയൊക്കെ തുടങ്ങി, കർത്താവേ ഒരു മീനിനെങ്കിലും തരണേ എന്ന്. കുറേ നേരം വെയിറ്റ് ചെയ്ത് നിന്നു. അങ്ങനെ മണിക്കൂർ 1 ആവാറായി. എനിക്ക് ഇതുവരെ ഒരു മീനും കിട്ടിയില്ല. ഞാനിങ്ങനെ ചൂണ്ട തിരിച്ചെടുക്കുന്നു, വലിച്ചെറിയുന്നു, വീണ്ടും തിരിച്ചെടുക്കുന്നു, മീൻ മാത്രമില്ല. അങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുക. പക്ഷെ ഞാനിങ്ങനെ നോക്കി നിൽക്കുമ്പോൾ താണ്ടട ദിവ്യയ്ക്ക് വീണ്ടും അടുത്ത മീനിൻ്റെ പേരെന്താണെന്നറിയോ? തിരുത. നമ്മുടെ നാട്ടിലെ തിരുത എന്നതിന് പറയാം. അതാണ് 2ാമത് ദിവ്യയ്ക്ക് കിട്ടിയ മീൻ. വീണ്ടും ഞാനും അപ്പുച്ചേട്ടനും ശശിയായിട്ട് നിൽക്കുകയാണ് കേട്ടോ. മീനൊന്നും കിട്ടിയില്ല. അപ്പുച്ചേട്ടൻ ഇങ്ങനെ മീനിനെ എടുത്ത് കൊട്ടയിലോട്ട് ഇടുന്നുണ്ട്. വീണ്ടും പോയി ചൂണ്ട പിടിച്ച് നിൽക്കുന്നു. അങ്ങനെ വെയിറ്റ് ചെയ്തിരുന്ന എൻ്റെ ചീത്തപ്പേര് മാറ്റാനായി കർത്താവ് എനിക്ക് ഒരു മീനിനെ തന്നു. അതാണ് നമ്മുടെ തിരുത. വീണ്ടും മീനിനെ കിട്ടി. അങ്ങനെ എൻ്റെ എന്താ പറയുന്ന ഒരു വിഷമം മാറ്റാൻ വേണ്ടി ഒരു മീനിനെ കിട്ടിയെന്നല്ലാണ്ട് എനിക്ക് കൂടുതൽ മീനുകളൊന്നും കിട്ടിയില്ല. സാധാരണ ദുബായ് വെച്ച് പിടിക്കുമ്പം ആർക്ക് മീൻ കിട്ടിയില്ലെങ്കിലും എനിക്ക് ഒരു മീനിനെങ്കിലും ഒരു കൂരിയെങ്കിലും കിട്ടാറുണ്ട്. അങ്ങനെ മീൻ കിട്ടിയില്ല എന്നുള്ള സങ്കടമൊക്കെ മാറ്റി ഒരു മീനിനെ തന്ന് എന്നെ ആശ്വസിപ്പിച്ച് കർത്താവ് വിട്ടു. അങ്ങനെ കിട്ടിയ മീനുകളും 3-4 മീനുകളൊക്കെ ഉള്ളൂ. എന്നാലും അത്ര മീനുകളൊക്കെ ആയിട്ട് ഞങ്ങൾ നേരെ പോയത് പിന്നെ ചേച്ചി അൻവിൻ്റെ ചേട്ടൻ്റെ വീട്ടിലോട്ടാണ്. അവിടെ നമ്മളെ ഗ്രാൻഡ് വെൽക്കം ഒക്കെ ചെയ്ത് ഒരു മുന്നറിയിപ്പില്ലാതെ പോയതാണ് കേട്ടോ. പക്ഷെ എന്തായാലും മീനിനെയൊക്കെ അങ്ങ് സെറ്റപ്പാക്കി. എന്നാൽ അവിടെ തന്നെ കൂടാമെന്ന് വിചാരിച്ച് ഞങ്ങൾ അവിടെ ചെന്ന് അവിടെ അതൊക്കെ ക്ലീൻ ചെയ്ത്
ആ ഒരു എന്നാ പറയുന്നത് അതിനകത്തുനിന്ന് നമ്മൾ പാത്രത്തിലോട്ട് ഇടുമ്പോഴും ഇതിന് ജീവനുണ്ട് കേട്ടോ. ഇതെങ്ങനെ ഈ ജീവനോടുകൂടി സാധനത്തിനെ നന്നാക്കും എന്നൊക്കെ ഇങ്ങനെ ഓർത്തുകൊണ്ടിരിക്കുമായിരുന്നു നമ്മൾ. ആദ്യമായിട്ടാണ് ജീവനുള്ള അയില ഞാൻ കാണുന്നത്. പിന്നെ അത് ഏകദേശമൊക്കെ ചാവാറായതിൻ്റെ വാലൊക്കെ ഇങ്ങനെ വെട്ടുമ്പം ചെറുതായിട്ട് അതൊന്നും അനങ്ങുന്നതെന്നല്ലാതെ വലിയ പ്രശ്നമില്ലായിരുന്നു. മറ്റ് മീനുകളാണ് തിരുതൊക്കെയാണ് ചാവാതിരുന്നത്. ഇനി വേദനയൊക്കെ ക്ലീൻ ചെയ്ത് കണ്ടോ, അത് കയ്യിലിരുന്ന് പിടയ്ക്കുമായിരുന്നു. ആദ്യം എനിക്ക് പേടിയൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ രണ്ടാമത് പിന്നെ പിടിച്ചപ്പം ഇതെന്നാ ചെയ്യാനാ, അതവിടെ കിടന്നു. പിന്നെ അങ്ങനെ ജീവനോടെ മീനിനെ നന്നാക്കി ആദ്യമായിട്ട്. ഇതിന് മുന്നേ അങ്ങനെ മീനിനെ കിട്ടിയിട്ടുണ്ട്, വലിയ മീനുകളെ പിടിച്ചിട്ടുണ്ട്. പക്ഷേ റസക്കൈമേലൊക്കെ വെച്ചിട്ട് നന്നാക്കിയത് മമ്മിയാണ്. അതുകൊണ്ട് ജീവനോടെ മീൻ നന്നാക്കുന്നതിൻ്റെ ഒരിത് അറിഞ്ഞിട്ടില്ല. പക്ഷേ ഇത് ഇപ്രാവശ്യം ആദ്യമായിട്ട് ജീവനോടെ മീൻ നന്നാക്കി. പക്ഷേ വേറൊരു ഗുണം എന്നാണെന്നറിയാമോ, ഫ്രഷ് മീനല്ലേ, സ്മെല്ലൊന്നും ഇല്ല കേട്ടോ. നല്ല എന്താ പറയുന്നത്, ആ ഒരു മീൻ നന്നാക്കിയതിൻ്റെ നാറ്റമൊന്നും നമുക്കധികം ഫീൽ ചെയ്യില്ല ഇങ്ങനെ വളരെ ഫ്രഷായിട്ട് മീൻ നന്നാക്കുമ്പോൾ. ഏതായാലും ഈസി ആയിരുന്നു നന്നാക്കാൻ. ഒക്കെ നന്നാക്കി. പിന്നെ ചേച്ചിയുടെ പോർക്ക് കറി, ചോറും തേങ്ങ അരച്ച മീൻ കറിയും പിന്നെ ബിണ്ടി മസാലൻ്റെ കൂടെ സൈഡായിട്ട് നമ്മൾ ഫ്രഷ് പിടിച്ച മീനും കൂടെ വെച്ച് ഞങ്ങൾ അന്ന് രാത്രിയിലത്തെ ഭക്ഷണമൊക്കെ കഴിച്ച് സന്തോഷത്തോടെ പിരിഞ്ഞു. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.